ഇന്നിപ്പോൾ നമ്മളൊരു ഡ്രില്ലിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് ഡെക്കർ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു 550 വാട്ട് പവറുള്ള ഒരു ഡ്രില്ലാണ് നമ്മൾ ഇവിടെ അൺബോക്സ് ചെയ്യുന്നത്. ഇതിൽ അതിൻ്റെ കൂടെ തന്നെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് എന്നുള്ളതും കൂടി നോക്കാം. അപ്പോൾ ഞാനിത് തുറക്കുകയാണ്. തുറക്കുമ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ എൻ്റെ യൂസർ മാനുവലാണ് ഇരിക്കുന്നത്. ഇത് പിന്നെ എൻ്റെ ഹാൻഡിലാണ്. ഇത് ഇതിൻ്റെ കൂടെ 4 ഡ്രിൽ ബിറ്റ് കമ്പനി തന്നിട്ടുണ്ട്. ഇത് masonry ഡ്രിൽ ബിറ്റാണ്. പിന്നെ ഇതാണ് ഡ്രില്ലിംഗ് മെഷീൻ. ഇത് അത്യാവശ്യം ഹെവി തന്നെയാണ്, അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. ബ്ലാക്ക് ആൻഡ് ഡെക്കർ കമ്പനിയുടെയാണ്. ഇത് ഇതിൻ്റെ എക്സ്ട്രാ ഹാൻഡിലാണ്. ഇത് പിന്നെ ഒരു ഗേജ്, നമുക്കിതിൻ്റെ ഡെപ്ത് എത്രത്തോളം ഡ്രിൽ ചെയ്യുമ്പോൾ എത്രത്തോളം വേണമെന്ന് നോക്കാനുള്ള മെഷർമെൻറ്റ് വെക്കാനുള്ള ഗേജാണ്. നമുക്ക് ഈ ഹാൻഡിൽ ഫിറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ നമ്മൾ ഹോൾ ഇടുന്നതിൻ്റെ ഡെപ്ത് മെഷർ ചെയ്യാനുള്ളൊരു ഗേജാണ്. ഇത് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. എത്രയാണ് ഡെപ്ത് വേണ്ടതെന്ന് വെച്ചാൽ അത്ര ലെങ്ത്തിൽ ഇത് ഈ സ്കെയിൽ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. കൂട്ട് കുറയ്ക്കുക, എത്ര വേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് ലെവലിൽ നമുക്ക് ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ ഇതിൻ്റെ ഹാമറിങ്ങും ഡ്രില്ലിങ്ങും ഉള്ള ഓപ്ഷനുള്ള സ്വിച്ചാണ്. അതുപോലെ ഇത് റിവേഴ്സ് ഫോർവേഡ് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ച്. ഇത് അതിൻ്റെ ട്രിഗർ. ഇത് ട്രിഗറിൻ്റെ ലോക്ക്. നമ്മൾ സ്പീഡ് ആവശ്യത്തിന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ ലോക്കായിട്ടിരിക്കും. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇതിങ്ങനെ ലോക്ക് ഇട്ട് വെച്ചാൽ മതി. ഇത് അതിൻ്റെ ചക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കീ ആണ്. ഇത് അതിൻ്റെ കൂടെ ഉണ്ട്. ചക്കൊക്കെ അത്യാവശ്യം ഹെവി തന്നെയാണ്. 13mm ബിറ്റ് വരെ ഉപയോഗിക്കാവുന്ന ചക്കാണ്. ഇതിന് കൂടെ കിട്ടിയിട്ടുള്ള ഇതിൻ്റെ പവർ കോഡ് 2 മീറ്റർ ലെങ്ത്താണ് ഉള്ളത്. അത് കറക്റ്റ് 2 മീറ്റർ തന്നെ ഉണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.